ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ച അതിമനോഹരം തന്നെയാട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. തറവാട്ടിൽ വന്ന് സംതൃപ്തരായി. ഇവിടെ നിന്ന് പോയപ്പോ രാത്രി മുഴുവൻ തലേദിവസം മഴയായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാട്ടെ എന്നാന്നുള്ള. ഞാനും കണ്ടില്ല. അതെ, വീണ്ടും നല്ല ഗ്രീനറി ഉള്ള ഒരു പ്രദേശത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. അടുത്തുരുത്തി ഇവിടെ ഒരു നല്ല കാത്തലിക് ചർച്ച് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ഊണ് കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കണത് നല്ലതാണ്. എനർജി ഇല്ല. മഴക്കാറുണ്ടോ? അയ്യോ, ഇന്ന് തകർക്കും. വീട്ടിൽ ചെന്ന് നല്ല ചൂട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കാം. അത് വൈകിട്ടല്ലേ? ഇപ്പോഴേ കഴിക്കാന്നാണോ? ആ, ഉച്ചത്തെ കഴിഞ്ഞിട്ടല്ലേ വൈകിട്ട്. ഇവിടെ ഒന്നും ഹോട്ടലില്ല. അപ്പൊ അതാണ് ഉറ്റു നോക്കിയിരിക്കുന്നത്. കാത്തലിക് ചർച്ച് ഏതാ? സെന്റ് മേരീസ് ഫൊറൈൻ ചർച്ച്. ഇംഗ്ലീഷിൽ ഫൊറൈൻ എഴുതിയേക്കണേ. തലയോലപ്പറമ്പ്, ചേർത്തല, എറണാകുളം സ്ട്രെയിറ്റ്. ഇനി അധികം ദൂരത്തല്ല. 3 സമന്വയം. പള്ളിയിൽ തന്നെ 3 മുഖങ്ങളാണ്. അതായത് ക്രിസ്ത്യന്റെ കുരിശും കാര്യങ്ങളും, മുസ്ലിമിന്റെ താഴികക്കുളങ്ങള്, മറ്റേ അമ്പലത്തിന്റെ വിളക്കോ അങ്ങനെയാണ്. അതെപ്പോഴും ഭയങ്കര ഒരു പ്രോമിനന്റ് പോയിന്റ്. നല്ല പാടം, പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ പാടശേഖരം. അതെ, ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ച അതിമനോഹരം തന്നെയാട്ടോ. തീരെ ഇല്ല. മുസ്ലിം ചർച്ച്, കാഞ്ഞിരമറ്റം ഷെയ്ഖ് ഫരുദ്ദീൻ ജുമാ മസ്ജിദ്. അങ്ങനെ നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ വരെ ആയില്ല. സമയം 2:20 ആയുള്ളൂ. കുഴപ്പമില്ല, ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട്. നല്ല കുഴപ്പമുണ്ട്. എനിക്ക് നിർത്തിയില്ല. പിന്നെ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി, ക്ഷീണായിട്ടേ. ഇവിടെ ഇപ്പൊ പാർക്ക് പോലെയൊക്കെ ആയല്ലോ. ഇവിടെ അല്ല, കുറച്ചങ്ങ് പോണം. നാളെ നിക്കണ നല്ല മഴക്കാറാ. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ടേ കാറ് നിർത്തിയപ്പോഴേക്കും അമ്മ വേഗം തന്നെ ചാടി ഇറങ്ങി വേഗം പോയി ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അപ്പ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വേഗം പോയി ഓർഡറിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അപ്പ വന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വരാൻ എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് വിഷമിച്ച് ക്ഷീണിച്ചെങ്കിലും ഒരു സെൽഫി എടുക്കാൻ ഞാൻ മറന്നില്ല കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ ഹോട്ട് വാട്ടർ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കുടിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഓർഡർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ സ്പെഷ്യൽ ഒരു ഒണിയൻ സാലഡ് പ്ലേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വരട്ടെ, നോക്കാം നമുക്ക്. ഒണിയൻ സാലഡ് ഞാൻ മിക്കവാറും അയച്ചു മാറ്റും. എല്ലാവർക്കും വിശാലമായി. നാരങ്ങ പിഴിഞ്ഞെടുക്കണം. ചപ്പാത്തി വേണ്ട, ശരി. ബീഫ് നീ എടുത്തോ. അമ്മയ്ക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ. എനിക്കൊരു ഫുള്ള് ബീഫ് വേണമെന്നില്ല. ഇത് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത്. വെജ് കറി എനിക്ക് വേണ്ട, എനിക്ക് എല്ലാം കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ വെജ് കഴിച്ചോളാം. ഞാൻ ഒരു സ്പൂൺ ബീഫ് വേണ്ട. സാലഡ് എനിക്ക് വേണ്ട. കഴിച്ചോ, കഴിക്കരുത്. സമയം തെറ്റി ഇത് വേറെ രീതിയിലുള്ള ബീഫാണ്. ഇത് പറഞ്ഞു ബീഫ് കറിയാ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ സ്വല്പം വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ ശരിക്കും വിശപ്പിൻ്റെ വില അറിഞ്ഞ ഒരു ദിവസമായിരുന്നു അത്. രാവിലെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ കേട്ടോ. ഞാൻ 2 ഇഡ്ഡലി ആകെ കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഉച്ചവരെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വിശക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ വിശപ്പിൻ്റെ വില അറിയുന്നത് നല്ലതാണ്. എങ്കിലാണ് ആഹാരത്തോട് നമുക്ക് കൂടുതൽ ഒരു
വില മനസ്സിലാക്കാൻ പറ്റുക എന്ന് സാധാരണ പണ്ടുള്ളവരൊക്കെ പറയും അല്ലേ. അപ്പോൾ അപ്പയാണ് ഒണിയൻ സാലഡ് പറഞ്ഞതെന്നുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയാണ്, എസ്പെഷ്യലി അത് എനിക്കും കൂടി വേണ്ടിയിട്ടാണ്. അമ്മ അധികം അങ്ങനെ എടുക്കില്ല. ഞാൻ ഓണിയൻ സാലഡൊക്കെ എടുക്കും കേട്ടോ, എനിക്കിഷ്ടമാണ്. സാലഡ് ഐറ്റംസൊക്കെ എൻ്റെ പണ്ട് തൊട്ടേ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇക്കുറി ഞങ്ങൾ എല്ലാവരും ചപ്പാത്തിയാണ് പറഞ്ഞത്. ഞാനും അപ്പം എന്തേ ബീഫ് റോസ്റ്റ് പറഞ്ഞെങ്കിലും അമ്മ പറഞ്ഞത് വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞ് കുറുമയാണ് പറഞ്ഞത്. ദേ ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഉച്ച സമയത്തായതുകൊണ്ട് നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഒരു ബീഫ് കറി ആ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചതിന് ശേഷം കുറച്ച് സാലഡും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കണം, എന്നിട്ട് വേണം ഒരു പിടി പിടിക്കാൻ. അപ്പോൾ അമ്മയുടെ ജിഞ്ചർ ലൈം എത്തി, കുടിച്ചോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ. തണുപ്പുണ്ടല്ലേ? തണുപ്പ് പിന്നെ അമ്മയ്ക്കൊരു വിഷയമല്ല. നല്ലതല്ലേ? ഞാൻ പറയാറില്ല ഇവിടുത്തെ ജിഞ്ചർ ലൈം നല്ലതാണ്. അപ്പയ്ക്ക് ഇഷ്ടപ്പെടും ചെയ്തു. തണുപ്പിച്ച് എനിക്ക് അവിടുത്തെ ജിഞ്ചർ ലൈം വളരെ ഇഷ്ടമുള്ള ഒരു ജ്യൂസാണ്. നല്ല രസമാണ് അത് കുടിക്കാൻ കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അവിടുത്തെ ജിഞ്ചർ ലൈം? നല്ല ടേസ്റ്റാണേ. മീൽ ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു, മൊത്തത്തിൽ ജ്യൂസും നല്ലതായിരുന്നു. അതെ, ചപ്പാത്തിയും വെജ് കറിയും നല്ലതായിരുന്നു, ബീഫും നല്ലതായിരുന്നു. എല്ലാം നല്ല സർവീസും. തറവാട്ടിൽ വന്ന് സംതൃപ്തരായി. അറ്റ് ലാസ്റ്റ് തറവാട്ടിലെത്തേണ്ടി വന്നു കഴിക്കാൻ. വഴിയിൽ തിരിച്ചു പോരുമ്പോൾ വഴി റോഡ് ബ്ലോക്കാണ്, തിരിച്ചു വിടുമായിരുന്നു. അതുകൊണ്ട് തെള്ളകം ടച്ച് ചെയ്യാൻ പറ്റിയില്ല. ഏറ്റുമാനൂർ വന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നെ അവിടെയൊന്നും പരിചയമുള്ള റെസ്റ്റോറൻ്റ് ഇല്ല. പിന്നെ എല്ലാവർക്കും കയറാനൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം ഇവിടെ തന്നെ വന്നെത്തി. അവസാനം കഴിച്ചു. ഇനി പതുക്കെ വീട്ടിലേക്ക് വിടുക. അതെ, ഇപ്പോൾ സമയം 2:50. അപ്പ ഹാപ്പി ആയോ? അപ്പം അങ്ങനെ ബില്ലൊക്കെ നോക്കി ഓരോന്നിൻ്റെ സെപ്പറേറ്റ് റേറ്റുകളൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നോക്കും കേട്ടോ, വിലയിരുത്തും. എവിടെയെങ്കിലും അനാവശ്യമായിട്ട് സ്പെൻഡിങ് പോയിട്ടുണ്ടോ, എവിടേക്കാണ് കൃത്യമായിട്ട് പോയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇതേ ദൂരെ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടോ? അമ്മ പാല് മേടിക്കാൻ പോയതാണ്. അപ്പോൾ പോണ വഴിക്ക് പാല് മേടിച്ചുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ക്ഷീണം ഉണ്ടാവും നമുക്ക് പുറത്തിറങ്ങാനായിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുൾ വീട്ടിൽ ഇരിക്കാനാണ് ഇനി പരിപാടി. അങ്ങനെ നമ്മൾ വിജയകരമായി നമ്മുടെ വീട്ടിൽ വന്നെത്തിയിരിക്കുകയാണ്. എല്ലാം കൂടെ പറ്റില്ല. എൻ്റെ ബാഗ് എടുക്കാനുണ്ട്. കറുത്ത ബാഗ് ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ വെക്കും അമ്മ, അതൊക്കെ വെക്കും. അപ്പോൾ ഞാൻ വെക്കട്ടെ. നമ്മൾ പോവുകയാണ്. ഹാപ്പിലി ലാൻഡഡ്. ആ, രാവിലെ ഇതൊന്നും നോക്കിയില്ലല്ലോ. കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. എൻ്റെ കയ്യിൽ കൊറേ സാധനങ്ങളുണ്ട്. വീട് തുറക്കട്ടെ കേട്ടോ. 3:15 നമ്മളിവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ശരിയാണല്ലോ. എൻ്റെ വാച്ച് എന്തെങ്കിലും മാറ്റുണ്ട്, പക്ഷെ കയ്യിലൊക്കെ സാധനം. പിന്നെ കാണാട്ടോ ഇനി. പിന്നെ കാണാം, കാരണം എല്ലാം എല്ലാം ശരിയാക്കട്ടെ കേട്ടോ. ബൈ ബൈ. ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഇന്നും മൊത്തത്തിൽ എനർജി കുറവാണ്. അതിൻ്റെ കാരണം വെളുപ്പിന് 6:30 ഇവിടെ നിന്ന് പുറപ്പെട്ടത്. പക്ഷെ 4:00 ഉണർന്നു. ഇന്നലെ ലേറ്റായാണ് കിടന്നത്. കാരണം ഞങ്ങളിന്ന് പരുമലപ്പള്ളിയിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ പോയി വൈകിട്ട് നമ്മളെ രാവിലെ അവിടെ ചെന്ന് നമ്മൾ 9 മണിയായിട്ടോ. പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞായിരുന്നു. അവിടെ ചെന്ന് 9 മണിക്ക് ചെന്ന് നമ്മൾ ചെയ്യേണ്ട സംഗതികളൊക്കെ ചെയ്തു. പള്ളിയിലെ കബറിങ്ങിലെ എല്ലായിടത്തും പോയി. ഇതിനോടകം വീഡിയോ ഒക്കെ കണ്ട് കാണും. ഈ ഒപ്പാണോ വീഡിയോ? അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 11:30 അവിടെ നിന്ന് മടങ്ങി കേട്ടോ. നമ്മുടെ ഇവിടെ വന്ന് കയറിയത് 3:15. ഉച്ച ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചു. എല്ലാം കണ്ടു. കണ്ടു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് കയറാൻ പറ്റാത്തതിൻ്റെ കാരണമൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇത്തവണ ഞാൻ ഈ വെയില് ഇവിടെ നിന്ന് പോയപ്പോൾ രാത്രി മുഴുവൻ തലേദിവസം മഴയായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ചാറ്റൽ മഴയായിരുന്നു. ഞങ്ങൾ പോയത്
18 18-ാം തീയതി ഒക്ടോബർ 18 ശനിയാഴ്ച കേട്ടോ. അപ്പം ഞാൻ പിന്നെ വെയിൽ കൊണ്ട് പോയില്ല, കവറെങ്കിലും ഇരുന്നോളാന്ന് പറഞ്ഞു. ഇവള് അപ്പം പള്ളിയിൽ ഇരിക്കുമായിരുന്നു. ഇവള് അവിടെ ബുക്ക് സ്റ്റോളിലൊക്കെ പോയി എന്തൊക്കെയോ സംഗതി നോക്കട്ടെ എന്ന് പറഞ്ഞു പോയി 1-2 സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടില്ല എന്നാന്നുള്ളത്. ഇവള് പറഞ്ഞു ഒന്നൊരു പുസ്തകമാണ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് വാങ്ങിച്ചാന്ന് പറഞ്ഞു. ഒരു പുസ്തകവും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്നതാ മാലയാണോ കാണിക്കാം. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാട്ടെ എന്നാന്നുള്ളത്. ഞാനും കണ്ടില്ല. അതെ അപ്പം എന്നോട് എൻ്റെ മാല മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പം GPay ചെയ്തതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ തുറക്കട്ടെ, ഒന്ന് നോക്കട്ടെ കേട്ടോ. അതാണല്ലോ കയ്യിലിടാൻ പറ്റിയത്. ചെയിന ഇലാസ്റ്റിക് ആയിരിക്കും. പണ്ട് ഞാൻ മേടിച്ചതിനെ ഓർക്കുണ്ടാവും, പിതാവിന്റെ പടമുള്ള. അത് ഓർമ്മ ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു. നല്ല ചെയിന അല്ലേ, നല്ല രസമുണ്ട്. നല്ലതാ. ഇടുമ്പോ കണ്ടാ ഞാൻ കാണിക്കാതെ ഇലാസ്റ്റിക് ആട്ടോ കട്ട. അപ്പൊ കയ്യിലേക്ക് ഇടാൻ സൗകര്യമാണല്ലോ ഒന്ന്. പിന്നെ വേറെ സാധനങ്ങൾ സെലിനാൻറ്റി പറഞ്ഞ പോലെ ഇതും ഇത് ഇലാസ്റ്റിക് ആണോ? രുദ്രാക്ഷം. അതിങ്ങനെ വലിക്കണതാ. വലിക്കണതല്ലേ? ഇലാസ്റ്റിക് അല്ല അതിന്റെ ഇതില്. അത് തന്നെ ശരിക്കും ഇങ്ങനെ അങ്ങ് കയറ്റുവോ? എന്നിട്ട് വലിച്ചു നൂല് വലിക്കും. പിടികിട്ടി. അണ്ടർസ്കർട്ടിന്റെ ഒക്കെ നൂല്. രുദ്രാക്ഷത്തിന്റെ ഒരു ചെയിനും രുദ്രാക്ഷത്തിന്റെ ഒരു മാലയും. പണ്ട് സെലിന് ഇവിടെ ഞങ്ങളുടെ അമ്മച്ചിയുടെ ജ്യേഷ്ഠന്റെ മാൻ്റെ ഭാര്യ സെലിന് ഇവിടെ വന്നപ്പോൾ രുദ്രാക്ഷത്തിന്റെ ഒരു മാല ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഞങ്ങളത് ഗോൾഡാന്ന് ഓർത്താ ഇരുന്നത്. പുള്ളിക്കാരിട്ടുണ്ടെന്ന് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഗോൾഡല്ല, പരുമലപ്പള്ളി ചെന്നപ്പോൾ മേടിച്ചു. ഇവളോട് പറഞ്ഞു കുറേ സെലക്ട് ചെയ്താൽ കിട്ടുമോളെ, ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ബുക്ക് സ്റ്റോളിൽ നിന്നാണ്, പീടികയിൽ ബുക്ക് സ്റ്റോളിൽ നിന്ന്. മാലയ്ക്ക് 200 രൂപ ആണോ? അപ്പൊ അന്നേരം ഒരു കാര്യമുണ്ട്, നല്ലതായി. നല്ല മാലയാ അത്. അമ്മയ്ക്ക് കൂടാ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ. കഴുത്തേക്കട കിടക്കുവോ? കിടക്കൂല, വേണ്ട. മുടി ഇങ്ങനെ പൊക്കിയിരിക്കുന്നു, ഞാൻ അഴിക്കാനൊന്നും പറ്റാ. കഴുത്തേക്കട മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കയറുമായിരിക്കും. വേണ്ട, വെറുതെ ഇത് നഷ്ടപ്പെടുത്തണ്ട. കൊളുത്തൂരി ഇടാലോ, വിഷയമുള്ള കാര്യമല്ലോ. ഇടയ്ക്ക് വീഡിയോ ചെയ്യുമ്പോ ഇടാട്ടോ. കഴുത്തേക്കട കിടക്കുമെങ്കിൽ അങ്ങനെ ഇട്ടോ. കാരണം എപ്പോഴും കൊളുത്തൂരി കഴിഞ്ഞാൽ പിന്നെ കൊളുത്തിന് ചിലപ്പോൾ പങ്കെന്താവും, പ്രശ്നം ഉണ്ടാവും. അത് കാരണം ഇതായിരിക്കും കൊളുത്ത. നോക്കട്ടെ, ഇതാ കൊളുത്ത. അപ്പൊ കഴുത്തേക്കട കയറി കഴുത്തേക്കട ഇട്ടോ. നല്ലതാ, നല്ല മാലയാ. നല്ല മാലയാ. അതിന്റെ തന്നെ ഒരു ചെയിനും ഇല്ലേ? എല്ലാം നല്ല. ചെയിന് 50 രൂപ, മറ്റേ ചെയിന് 100 രൂപ. ബ്ലൂ ചെയിന് എല്ലാം നല്ലതാ. ഇത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഇട്ട് വെച്ചോളാം. അല്ല, എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്. ഏതായാലും വൃത്തികേടായിട്ട് വെക്കണേ, ഇങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. ഇനി ഒരു പുസ്തകം മേടിച്ചു തോന്നുന്നു, കണ്ണാടി എടുത്തൊന്ന് നോക്കട്ടെ എന്നാ പുസ്തകമാണെന്ന്. വളരെ നല്ല പുസ്തകമാണെന്ന് എന്നോട് പറഞ്ഞു. വായിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന്. സഭാജീവിത പഠന സഹായി. അതായത് നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തരുന്ന ചോദ്യോത്തര പങ്ക്തി പോലെയാണ് അതിനകത്ത്. MOC പബ്ലിക്കേഷൻ. വളരെ നല്ല ബുക്കാ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ, ഇപ്പൊ കുർബാന അനുഷ്ഠിക്കുന്നു, കുമ്പസാരിക്കുന്നു, കുരിശു വരയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങള് പ്രതിപാദിക്കുന്ന പെരുന്നാളുകൾ, ശുശ്രൂഷകൾ, നോമ്പ്, ശവസംസ്കാരം. നോക്കട്ടെ കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് പഠിക്കാമെന്നും പറഞ്ഞാ തുടങ്ങിയേക്കാം. അതെ, വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പല കാര്യങ്ങളും നമ്മുടെ പൂർവികര് ചെയ്യുന്നതാണല്ലോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ പല കാര്യങ്ങളും എന്തിനാണ് അങ്ങനെ ചെയ്യണേന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കാം എന്ന് കരുതി കൂടിയാണ് അങ്ങനെ ഒരു പുസ്തകം വാങ്ങിച്ചത്. നൊയമ്പുകൾ ഏതൊക്കെ, പ്രാർത്ഥന എന്നാൽ എന്താണ്, സ്വർഗീയ എങ്ങനെ പ്രാർത്ഥിക്കണം. അതെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ അത് അമ്മ ഒരു ദിവസം ഇരുന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ. ഈ സാധനങ്ങളാണ് അവിടുന്ന് വാങ്ങിച്ചത്, വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ കുർബാനപ്പണം അടച്ചു, വഴിപാടുകളൊക്കെ ചെയ്തു. അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ വഴിപാട് ചെയ്യാൻ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് തിരികെ കത്തിച്ച് നമ്മുടെ പതിവ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോന്നു. പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ കണ്ടുമുട്ടിട്ടോ. അത് ഞങ്ങളവിടെ ചെന്നപ്പോൾ മുളന്തുരുത്തിക്കാർ തന്നെ ഒരു കൂട്ടം, ഒരു ഫാദറും മകളും ഹസ്ബൻഡും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് വന്നേക്കണം. UK അവരുടെ പപ്പയുടെ കൂടെ വന്ന് ഒരുപാട് നേരം സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ മതിലുപണിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളാട്ടോ. അപ്പോൾ ഒത്തിരി പേരെങ്ങനെ കണ്ട് ഞങ്ങൾ മടങ്ങി. അപ്പോൾ ഇനി ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാ. അപ്പോൾ ഞാൻ മടുത്തത് കൊണ്ട് ഇന്നും ഒരു പരിപാടിയില്ല. ഞാൻ ഒന്നോടെ പോയി കിടക്കാൻ പോകാം. എനിക്ക് മതിയായില്ല കിടപ്പൊന്നും. അങ്ങനെ ഈ നമ്മൾ നേരത്തെ എഴുന്നേറ്റ പിന്നെ വൈകിട്ട് എത്ര കിടന്നാലും നമുക്ക് ക്ഷീണം അല്ലേ?
ക്ഷീണം മാറില്ല. ഓക്കെ പരിപാടി ചെയ്തു. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനർജി ഇന്ന് കുറവാണ്. നാളെ പൂർവാധികം എനർജിയായി വരണം എന്ന് കരുതണം കേട്ടോ. ഓക്കെ അപ്പൊ ഓക്കെ, ബൈ.